വൃത്തിയുള്ള വീട് എല്ലാവരുടെയും സ്വപ്നമാണല്ലേ? അപ്പോൾ നല്ല ഭംഗിയും വൃത്തിയുള്ള വീടിനുള്ള 12 ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ടിപ്പ് നമ്പർ 1, ഡെയിലി ക്ലീനിങ് റുട്ടീൻ തയ്യാറാക്കുക. വീട് വൃത്തിയാക്കുന്നതിന് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കുക. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ഡെയിലി ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക. ഉദാഹരണത്തിന് പാത്രം കഴുകുന്നത്, ഡെയിലി അലക്കുന്നത്, അടിച്ചു വാരുന്നത്, ഇവയെല്ലാം തന്നെ ഉൾപ്പെടുത്താം. നമ്മൾ സാധാരണ ഒരു ദിവസം ചെയ്യേണ്ട ക്ലീനിങ് ജോലികളാണ് ഈ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇതുപോലെ ആഴ്ചയിൽ ചെയ്യേണ്ട ജോലികൾ വീക്ക്ലി ലിസ്റ്റിലും മാസത്തിൽ ചെയ്യേണ്ട ജോലികൾ മന്ത്ലി ലിസ്റ്റിലും ഉൾപ്പെടുത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഷെഡ്യൂളിലോട്ട് വരികയും ക്ലീനിങ്ങിന് ഒരു കൃത്യതയും കൺസിസ്റ്റൻസിയും വരികയും ചെയ്യുന്നു. രണ്ടാമത്തെ ടിപ്പ്, ഡസ്റ്റിംഗ് ചെയ്യാൻ മൈക്രോഫൈബർ തുണികൾ ഉപയോഗിക്കുക. ഈ തുണികൾ വളരെ അബ്സോർബിംഗ് കപ്പാസിറ്റി ഉള്ളവയാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ സാധിക്കും. മൈക്രോഫൈബർ തുണികളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. ടിപ്പ് നമ്പർ 3, നോ ഷൂ റൂൾ അറ്റ് ഹോം. പുറത്തിടുന്ന ചെരുപ്പുകൾ, ഷൂ ഒരു കാരണവശാലും അകത്തിടാതിരിക്കുക. ഇത് പൊടി മാത്രമല്ല, ഒത്തിരി അണുക്കളും വീട്ടിലേക്ക് പ്രവേശിക്കാൻ കാരണമാകും. ഒട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ശീലമല്ല ഇത്. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റായി പുറത്തുനിന്ന് വരുമ്പോൾ ഷൂ റാക്കിലോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തോ വെച്ചിട്ട് വീടിനകത്തേക്ക് കടക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെയും ചെറുപ്പത്തിലേ തന്നെ ഇത് പറഞ്ഞ് ശീലിപ്പിക്കുക. ഫ്രിഡ്ജിൻ്റെയും കബേർഡുകളുടെയും ഉള്ളിൽ ഷെൽഫ് ലൈനേഴ്സ് ഉപയോഗിക്കുക. ഭക്ഷണവും മറ്റും വീണ് ഒട്ടിപ്പിടിച്ച് പിന്നീട് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ലൈനേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ക്ലീനിങ് സമയത്ത് നമുക്കവ മാറ്റി വൃത്തിയാക്കാം. ആവശ്യാനുസരണം ഡസ്റ്റ് ബിൻസ് ഉപയോഗിക്കുക. ഇത് വേസ്റ്റ് പേപ്പറുകളും മറ്റും വീട്ടിൽ അലക്ഷ്യമായി കിടക്കുന്നത് ഒഴിവാക്കും. നമ്മൾ ടേബിളിലും മറ്റും ഇരുന്ന് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ചെറിയ വേസ്റ്റ് ബിൻ അടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ക്രാഫ്റ്റ് പേപ്പറും മറ്റും അവിടെ ഇവിടെ പറന്നുപോയി വീട് വൃത്തികേടാവാതെ നോക്കാം. ടിപ്പ് നമ്പർ 6, ന്യൂസ് പേപ്പറും മാഗസിൻസും നിശ്ചിത സമയത്തിനുള്ളിൽ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നാൾ എടുത്തു വെച്ചാൽ അതിൽ പാറ്റയും മറ്റും വരാനും അതുപോലെ പൊടി അടിഞ്ഞുകൂടാനും കാരണമാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ പേപ്പർ ബിൽസ് ഓർഗനൈസ് ചെയ്ത് വെക്കുക. നമുക്ക് വരുന്ന പലതരം ബില്ലുകൾ, പിന്നെ ഹോസ്പിറ്റൽ ബിൽസ്, വാറണ്ടി കാർഡ്സ്, ഇതെല്ലാം തരംതിരിച്ച് കറക്റ്റായിട്ട് ഫയലിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 7, ക്ലീൻ സ്പിൽസ് ഇമ്മീഡിയറ്റ്ലി. പാലോ കറിയോ തിളച്ച് ചാടിയാൽ അപ്പോൾ തന്നെ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം താഴെ വീഴുന്ന ഫുഡ് അപ്പോൾ തന്നെ വൃത്തിയാക്കുക. ഇത് വീട് എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. 8ാമത്തെ ടിപ്പ്, ആവശ്യാനുസരണം സ്റ്റോറേജ് ബാസ്ക്കറ്റുകൾ ഉപയോഗിക്കുക. ഇത് കബേർഡ്സ് നീറ്റായി സൂക്ഷിക്കാനും സാധനങ്ങൾ ഓർഗനൈസ് ആയി വെക്കാനും സഹായിക്കുന്നതിന് പ്രത്യേകിച്ച് കൂടുതൽ വിശദീകരണം ഒന്നും ആവശ്യമില്ല. എല്ലാ യൂട്യൂബ് ചാനലിലും അവൈലബിൾ ആണ്, ഓർഗനൈസിങ് ചാനൽസിൽ അവൈലബിൾ ആണ്. സോ നമ്മളും നന്നായി ബാസ്ക്കറ്റ്സ് യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 9, ഓർഗനൈസ് യുവർ ക്ലീനിങ് ടൂൾസ്. വീട് ഓർഗനൈസ് ചെയ്യുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലീനിങ് ടൂൾസ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. നമുക്കിതിന് ക്ലീനിങ് കാഡി എന്ന് പറഞ്ഞ ബാസ്ക്കറ്റുകൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ചെറിയൊരു ബാസ്ക്കറ്റ് യൂസ് ചെയ്താൽ മതി. നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ബാസ്ക്കറ്റ് യൂസ് ചെയ്ത് അതിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, അതായത് ക്ലീനിങ് ലിക്വിഡ്, ബ്രഷ്, മൈക്രോഫൈബർ തുണികൾ, ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ്, ഇതെല്ലാം നീറ്റായി ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇത് ക്ലീനിങ് ഈസിയാക്കും, സമയവും ലാഭിക്കാം. ടിപ്പ് നമ്പർ 10, എല്ലാ സാധനങ്ങൾക്കും ഒരു നിശ്ചിത സ്ഥലം ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യം കഴിയുമ്പോൾ തന്നെ ആ സ്ഥാനത്ത് സാധനങ്ങൾ തിരിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. ടിപ്പ് നമ്പർ 11, യൂസ് എ വാക്യൂം ക്ലീനർ. എല്ലാവരുടെയും കയ്യിലുണ്ടാവണമെന്നില്ല. ഉള്ളവർ വാക്യൂം ക്ലീനർ നന്നായി യൂസ് ചെയ്യുക. ഡീപ്പായി ക്ലീൻ ചെയ്യാൻ വാക്യൂം ക്ലീനറുകൾ ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വീട് വാക്യൂം ചെയ്താൽ പൊടികളൊക്കെ പമ്പ അടക്കും. പ്രത്യേകിച്ച് സോഫയും കാർപ്പറ്റും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്. ടിപ്പ് നമ്പർ 12, 1 മിനിറ്റ് ബാത്റൂം ക്ലീനിങ് റുട്ടീൻ. എല്ലാ ദിവസവും 1 മിനിറ്റ് ബാത്റൂം ക്ലീനിങ്ങിന് വേണ്ടി നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തുക. ക്വിക്കായിട്ടൊന്ന് വാഷ് ബേസിൻ സ്ക്രബ് ചെയ്ത് മിററും സ്ക്രബ് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്യുക. അതുപോലെ നമ്മൾ ഫ്രഷ് ആവുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് ഫ്ലോർ ഒന്ന് നന്നായി മോപ്പ് ചെയ്ത് വൈപ്പ് ചെയ്തിടുക. എപ്പോഴും ബാത്റൂം ഡ്രൈ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ 2 ദിവസം കൂടുമ്പോൾ ബാത്റൂം ഒന്ന് നല്ല രീതിയിൽ ഡീപ്പ് ക്ലീൻ ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ 12 ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരേക്കും ബൈ.